എന്നിട്ട് അവന്റെ വീടിന് അകത്ത് വെച്ച് അവനെ അപമാനിച്ചു കളയും, അവനെ നാണം കെടുത്തി കളയും. ഇത് അള്ളാഹുവിന്റെ വാക്കാൻ. പണ്ടൊരു രാജാവ് മരിക്കാൻ കിടക്കാൻ, മരണശയ്യയിലാണ്. അപ്പോൾ അയാൾക്ക് ശേഷം അയാളുടെ മകനാണ് രാജാവായിട്ട് വരേണ്ടത്. അപ്പം അവന് ചില പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിന് അയാൾ എന്ത് ചെയ്തു? മോനോട് പറഞ്ഞു, മോനെ, നീ ഒരു കുറവും ഇല്ലാത്തൊരു മനുഷ്യനെ കണ്ടെത്തണം. നമ്മുടെ വിശാലമായ വലിയ രാജ്യമാണ് നമ്മുടേത്. ആ രാജ്യം മുഴുവൻ നീ സഞ്ചരിക്കണം. എന്നിട്ട് ഒരു കുറവുമില്ലാത്ത, ഒരു കുറ്റവുമില്ലാത്ത ഒരു മനുഷ്യനെ നീ കണ്ടെത്തണം. അങ്ങനെ ഈ മോൻ വേഷപ്രച്ഛന്നനായി പുറപ്പെട്ടു. ഒരു ഫക്കീറിൻ്റെ വേഷത്തിൽ ഈ മോന് പുറപ്പെടുകയാണ്. മാസങ്ങളോളം അലഞ്ഞ് തിരിഞ്ഞ് ഒരുപാട് അന്വേഷിച്ചു. അവസാനം നിരാശനായിട്ട് ഈ മോൻ ഉപ്പാൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്, രാജാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് പറയാണ്, ഉപ്പ, നമ്മുടെ രാജ്യം വളരെ മോശപ്പെട്ട രാജ്യമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഈ രാജ്യത്തില്ല. എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട്. തിന്മയില്ലാത്തൊരു മനുഷ്യനെ കാണാനില്ല ഉപ്പ എന്ന് പറഞ്ഞ് ഈ മോനാകെ സങ്കടപ്പെടാൻ. അപ്പൊ ഉപ്പ സമാധാനിപ്പിച്ചു, മോനെ, ഒരു യാത്രയും കൂടി നീ നടത്തണം. എന്താണ് യാത്ര? ഈ രാജ്യത്ത് ഒരു നന്മയെങ്കിലുമുള്ള ഒരാളെ നീ കണ്ടെത്തണം. ഒരു നന്മയെങ്കിലുമുള്ള ഒരാളെ നീ കണ്ടെത്തണം. അങ്ങനെ ഇവൻ വീണ്ടും പുറപ്പെട്ടു. മാസങ്ങൾ അലഞ്ഞു തിരിഞ്ഞു. അവസാനം ഭയങ്കര സന്തോഷത്തിലാണ് അവൻ രാജാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഉപ്പ, നമ്മുടെ രാജ്യം ഇത്ര നല്ല രാജ്യമാണ്. കാരണം ഒരു നന്മ ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല, എന്തെങ്കിലും ഒരു ഗുണം ഇല്ലാത്ത ഒരാൾ പോലും നമ്മുടെ രാജ്യത്തിലില്ല എന്ന് ഈ മകൻ വന്നിട്ട് രാജാവിനോട് മറുപടി പറയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ, എന്നിട്ട് അവൻ സന്തോഷിക്കാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥയാണ്. കാരണം നമ്മൾ ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ചാൽ ജീവിതാവസാനം വരെ അത് കണ്ടെത്താനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അവരുടെ തെറ്റുകൾ കണ്ടെത്താനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. ആളുകളുടെ ഗുണങ്ങൾ നമ്മൾ അന്വേഷിച്ചാൽ, ആളുകളുടെ നന്മകൾ നമ്മൾ അന്വേഷിച്ചാൽ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും, നമ്മുടെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവും, നമ്മെ ആളുകൾ ഇഷ്ടപ്പെടും. നമ്മൾ ഈ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയില്ലേ, അതുപോലെ ചില വടക്ക് നോക്കി യന്ത്രങ്ങളുണ്ട്. എത്ര തങ്കപ്പെട്ട മനുഷ്യനെ അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാലും ആ മനുഷ്യനെ മുഴുവൻ ഇങ്ങോട്ട് സ്കാൻ ചെയ്തിട്ട് അയാളുടെ കുറ്റം കുറവൊക്കെ കണ്ടെത്താൻ പറ്റിയ വടക്ക് നോക്കി യന്ത്രങ്ങൾ കുറേ നമ്മുടെ ഇടയിലുണ്ട്. ഇത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു മുസ്ലിം എന്താണ്? ആളുകളുടെ നന്മ കാണാൻ, മുസ്ലിമിന്റെ നന്മ കാണാൻ, ഗുണങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവനാണ്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവനാണ്. കുറ്റവും കുറവില്ലാത്ത ഏത് മനുഷ്യനാണ് ലോകത്തുള്ളത്? എല്ലാവർക്കും ഒരേ കുറ്റവും കുറവെന്നല്ല ഉണ്ടാവുക. ഓരോ ആളുകൾക്കും അല്ലാഹു ഓരോ കുറവുകളാണ് കൊടുക്കുക, ഓരോ പാപങ്ങളാണ് ഓരോ ആളുകൾ ചെയ്യല്ലേ. ചില ആളുകൾ ഇബാദത്തിൽ വളരെ പിറകിലായിരിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്. പുതുതായിട്ട് ഒരാൾ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ അയാളുടെ താടിയുടെ മീറ്റർ അളക്കുക, അയാളുടെ പാൻറ്റിന്റെ നീളം അളക്കുക, എന്നിട്ട് പറയാൾ പോരാട്ടോ, അയാൾ ശരിയില്ല, അയാൾക്ക് താടി നീളമില്ല, അയാൾക്ക് താടിയില്ല, അയാളുടെ പാൻറ്റിന്റെ നീളം ഭയങ്കര, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരാളങ്ങോട്ട് അളക്കുക. താടി വെക്കണം, പാൻറ് നെരിയാണിക്ക് മുകളിലാവണം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് ഒരാളങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ജഡ്ജ് ചെയ്യുക. പക്ഷെ ഇതേ മനുഷ്യൻ ചിലപ്പോൾ അയാൾ സുന്നത്ത് സ്കരിക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ അയാൾ സുന്നത്ത് നോമ്പ് എടുക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ അയാൾ ഒരുപാട് ഖുർആൻ ഓതുന്നുണ്ടാവില്ല. പക്ഷെ സാമ്പത്തിക വിഷയത്തിൽ അയാൾ ഈ പറയുന്ന ആളുകളെക്കാൾ എത്രയോ ക്ലിയർ ആയിരിക്കും. ഹക്കും ബാത്തിലും നോക്കി ജീവിക്കുന്ന മനുഷ്യനായിരിക്കും. കടം വാങ്ങിച്ചാൽ കൃത്യമായി തിരിച്ചു കൊടുക്കുന്ന ആളായിരിക്കും, കുടുംബബന്ധം ചേർക്കുന്ന ആളായിരിക്കും, സൽസ്വഭാവിയായിരിക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ആ മനുഷ്യന്റെ സ്വഭാവത്തിൽ ഉണ്ടാവും. ചില ആളുകൾ സാമ്പത്തിക വിഷയത്തിൽ വളരെ മോശമായിരിക്കും. കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കൂല, സമ്പാദ്യത്തിൽ ഹക്കും ബാത്തിലും നോക്കൂല, പക്ഷെ വലിയ താടി ഉണ്ടാവും, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പെടുക്കുന്നുണ്ടാവും, ഒരുപാട് ഖുർആൻ ഓതുന്നുണ്ടാവും, പ്രസംഗിക്കുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഹക്കും ബാത്തിൽ ഉണ്ടാവില്ല, പണമിടപാടിൽ യാതൊരു കൃത്യത ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം തികഞ്ഞ ചില ആളുകളുണ്ട്, എല്ലാം തികഞ്ഞിട്ടുണ്ടാവും, കൃത്യമായി നിസ്കരിക്കും, ഹക്ക് ഇടപാടൊക്കെ വളരെ കൃത്യമായിരിക്കും. പക്ഷേ ഈ ആളുകൾ സ്ത്രീ വിഷയത്തിൽ വളരെ മോശമായിരിക്കും, വളരെ പോക്കായിരിക്കും. സ്ത്രീകളെ കണ്ടാൽ അവർക്ക് കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയില്ല, അവരുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയില്ല, മോശമായ കാര്യങ്ങൾ കാണുന്നതിൽ നിന്ന് അവർക്ക് അവരെ തടയാൻ കഴിയില്ല. ഈ വിഷയത്തിൽ ഒരാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാളുടെ തെറ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊരു സ്വഭാവം എന്താണ്? ജീവിതാവസാനം വരെ ആ മനുഷ്യനെ തെറ്റുകാരനായിട്ട് അങ്ങോട്ട് മുദ്ര കുത്താൻ പാടില്ല. മാനുഷികമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ആ മനുഷ്യന്റെ ജീവിതാവസാനം വരെ ആ തെറ്റുകൊണ്ട് അയാളെ വേട്ടയാടുക എന്ന് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇതെല്ലാം തികഞ്ഞ ചില ആളുകളുണ്ടാവും. സ്ത്രീ വിഷയത്തിൽ ക്ലിയർ ആയിരിക്കും, ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ സാമ്പത്തിക വിഷയത്തിലൊക്കെ ക്ലിയർ ആയിരിക്കും. പക്ഷെ അയാളൊന്ന് ചിരിക്കണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളോട് മാത്രമേ അയാൾ ചിരിക്കുള്ളൂ. അയാളൊന്ന് ചിരിക്കണമെങ്കിൽ 2 മാസം മുമ്പ് അയാൾക്ക് എഴുതി കൊടുക്കണം, നിങ്ങളൊന്ന് ചിരിക്കണം കേട്ടോ, എന്നെ കണ്ടാൽ ഒന്ന് ചിരിക്കാൻ, ഒന്ന് സലാം പറയാൻ, നല്ലൊരു സംസാരിക്കാൻ, ആളുകളുമായി ഇടപഴകാൻ വളരെ മോശക്കാരായിരിക്കും. എന്നാൽ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, കുറവുകളില്ലാത്ത മനുഷ്യരില്ല. ഒരു മനുഷ്യന്റെ ഒരു കുറവെടുത്തിട്ട് ഓ മോശക്കാരനാണ്, ഓനെ പറ്റൂല, ഓൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന സ്വഭാവം ഇസ്ലാമിക വിരുദ്ധമാണ്, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന സ്വഭാവമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എത്ര ബന്ധങ്ങളാണ് ഇത് കാരണം തകർന്നു പോകുന്നത്. എത്രയോ കുടുംബ ബന്ധങ്ങൾ, കുടുംബത്തിൽ ചില CID-കൾ ഉണ്ട്, മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ക്യാമറ തിരിച്ചു വെച്ചിട്ട് ഓരോ ആളുകളുടെയും കുഴപ്പങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒപ്പിയെടുത്ത് എന്നിട്ട് അത് ആയുധമായിട്ട് ഉപയോഗിക്കുക, അവസരം കിട്ടുമ്പോൾ ആയുധമായിട്ട് ഉപയോഗിക്കുക, തങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്, തൻ്റെ ആധിപത്യം അവന്റെ മേൽ ചെലുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവന്റെ കുറ്റങ്ങളും കുറവുകളും ഒരു വലിയ ആയുധമായി ഉപയോഗിക്കുന്ന ആളുകൾ കാലാകാലത്തേക്ക് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകാൻ ഇത് കാരണമാകുന്നുണ്ട്. ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ, മറ്റവന്റെ തെറ്റ് കണ്ടുപിടിച്ച് അവന് പാരവെക്കുന്നവർ, അവന് പാരയാകുന്നവർ, അവന് ശല്യം ചെയ്യുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെക്കുന്നവർ, തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി മൈക്രോസ്കോപ്പുമായി രാവിലെ കുളിച്ചൊരുങ്ങി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവർ, എന്നിട്ട് നാട്ടിൽ മുഴുവൻ ഫിത്ന വിതക്കുന്നവർ, അഹങ്കാരത്തിന്റെയും സ്പർദ്ധയുടെയും അസൂയയുടെയും ശത്രുതയുടെയും സംഘട്ടനത്തിന്റെയും സമാധാനമില്ലായ്മയുടെയും പ്രതീകങ്ങളായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ നമ്മുടെ ഈ സമൂഹത്തിനിടയിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, കുടുംബത്തിനുള്ളിൽ അമ്മായിയമ്മയും മരുമകളും നാത്തൂനും എല്ലാവരും ഓരോ മൈക്രോസ്കോപ്പും വെച്ചെടുക്കാൻ എന്തെങ്കിലും തെറ്റുണ്ടോ, വായിന്ന് എന്തെങ്കിലും വീണു പോകുന്നുണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെ നിൽക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാടിന് പുരോഗതി ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരാണ്, ലാ തുഉദു ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. വലാ തുഅയ്യിറൂഹും, നിങ്ങൾ അവരെ ആക്ഷേപിക്കരുത്, കുറ്റം പറയരുത്. വലാ തത്ലുബു ഔറാതിഹിം, അവരുടെ കുറ്റങ്ങളെ തെറ്റുകളെ നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്. വെറുതെ അവരുടെ രഹസ്യ ജീവിതത്തെ പോയി മാന്താൻ നിൽക്കരുത്, അതിന്റെ അടിയിൽ അവരുടെ രഹസ്യങ്ങൾ പുറത്തേക്ക് എടുക്കാൻ നിൽക്കരുത്. അങ്ങനെ എടുത്താൽ എന്താണ് സംഭവിക്കുക? ഫഇന്നഹു മൻ ത്വലബ ഔറത അഖീഹിൽ മുസ്ലിം, ആരെങ്കിലും ഒരാൾ തന്റെ മുസ്ലിമായ സഹോദരന്റെ ന്യൂനതകളും കുറവുകളും മാന്തി പുറത്തെടുത്താൽ, അത് ചുഴിഞ്ഞന്വേഷിക്കാൻ ശ്രമിച്ചാൽ, അള്ളാഹു അവന്റെ കുറ്റങ്ങളും കുറവുകളും മാന്തി ചുള്ളി പുറത്തേക്ക് എടുക്കും. എന്നിട്ട് എന്താണ് ചെയ്യുക? എന്നിട്ട് അവന്റെ വീടിന്റെ അകത്ത് വെച്ച് അവനെ അപമാനിച്ചു കളയും, അവനെ നാണം കെടുത്തി കളയും. ഇത് അള്ളാഹുവിന്റെ വാക്കാൻ. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട പല ഉപദേശങ്ങളും നൽകുന്ന കൂട്ടത്തിൽ പറഞ്ഞതായി കാണാം, വലാ തഹസ്സസു, വലാ തഹസ്സസു, നിങ്ങൾ എന്ത് ചെയ്യരുത്? ചുഴിഞ്ഞന്വേഷിക്കരുത്, മറ്റുള്ളവരുടെ രഹസ്യ ജീവിതത്തിലേക്ക് കഴുത്ത് നീട്ടി നിങ്ങൾ നോക്കരുത്, മാന്യന്മാരായി നിങ്ങൾ നടന്നു പോകണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉപദേശിക്കാൻ. ചില മുതലാളിമാരെ കണ്ടിട്ടില്ലേ? വീട്ടുവേലക്ക് നിൽക്കുന്ന ആളുകളെ വീട്ടുവേലക്ക് നിർത്തിയ ചില വീട്ടുടമസ്ഥന്മാർ, വീട്ടിൽ വേലക്ക് നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്താലും കുറ്റായിരിക്കും, എന്ത് പ്രവർത്തിച്ചാലും കുറ്റായിരിക്കും, എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അടിച്ചു വാരിയാലും തുടച്ചാലും എത്ര തന്നെ സമർപ്പണത്തോടെ പണിയെടുത്താലും വീണ്ടും കുറ്റം മാത്രമായിരിക്കും അവർക്ക് ബാക്കി ഉണ്ടാവുക. ചില സ്ഥാപനങ്ങൾ കണ്ടിട്ടില്ലേ? ഇടത്തോട്ട് തിരിഞ്ഞാൽ കുറ്റം, വലത്തോട്ട് തിരിഞ്ഞാൽ കുറ്റം, നേരെ നോക്കിയാൽ കുറ്റം, മേലോട്ട് നോക്കിയാൽ കുറ്റം, ഫോണെന്നെടുത്താൽ കുറ്റം, എല്ലാത്തിനും കുറ്റാൻ. ജീവിതത്തിലെ ഗതികേട് കൊണ്ട് പല സ്ഥാപനങ്ങളിലും കടിച്ചു പിടിക്കുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്, അല്ലെ? ചില മുതലാളിമാർ അങ്ങനെയാണ്, ചില ഉടമസ്ഥന്മാർ അങ്ങനെയാണ്. എന്തിനും ഏതിനും കുറ്റം മാത്രം കണ്ടെത്തുന്നവർ, തെറ്റുകൾ മാത്രം ചിന്തുന്നവർ, ബെടക്ക് നോക്കി യന്ത്രങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നമ്മുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു? പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, 10 കൊല്ലം ഞാൻ റസൂലിന്റെ ഭൃത്യനായി ജോലി ചെയ്തിട്ടുണ്ട്. എത്ര? 10 കൊല്ലം പ്രവാചകന്റെ ഭൃത്യനായി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഫമാ ഖാല ലി ഉഫ്ഫിൻ ഖത്ത്, ഒരു വട്ടം പോലും പ്രവാചകൻ എന്നോട് നീരസം പ്രകടിപ്പിച്ചിട്ടില്ല, ഒരു വട്ടം പോലും പ്രവാചകൻ എന്നോട് പുച്ഛം പ്രകടിപ്പിച്ചിട്ടില്ല.
ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. വലാ ലിശൈഇൻ ലം അഫ്അലുഹു അലാ ഫഅൽത കദാ, ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തെ തൊട്ട് നിനക്കത് ചെയ്തുകൂടായിരുന്നോ അനസേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. എത്ര കൊല്ലം? 10 കൊല്ലം. 10 കൊല്ലം ഛേ എന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല, ഒന്ന് മുഖം ചൊളിച്ചിട്ടില്ല, ഒന്ന് നീരസം പ്രകടിപ്പിച്ചിട്ടില്ല. അത്രയൊന്നും ആവാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അതിന്റെ ഒരു 7 അയലത്തെങ്കിലും എത്തണ്ടേ? ഇനി 7 അയലത്ത് എത്താൻ പറ്റൂലെങ്കിലും 70 അയലത്തെങ്കിലും നമ്മൾ എത്തണ്ടേ? പ്രിയപ്പെട്ടവരെ, പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം, പക്ഷെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ ഉൾപ്പെട്ടു പോകരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്. സ്വന്തം ഭാര്യയാണ്. ഈ ലോകത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഏറ്റവും പ്രയാസമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഭാര്യമാർ. 2 കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്നാമത്തെ കാരണം, അവരൊരിക്കലും സർട്ടിഫിക്കറ്റ് തരൂല എന്നുള്ളതാണ്. നിങ്ങൾ എത്ര നന്മ ചെയ്താലും എത്ര ഗുണങ്ങൾ ചെയ്താലും പിന്നെയും പരാതികളും പരിഭവങ്ങളും മാത്രമായിരിക്കും ബാക്കി. പക്ഷെ റസൂലുള്ളാഹി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഭാര്യമാരുടെ മുന്നിൽ നമ്മുടെ തനി സ്വഭാവം അങ്ങോട്ട് പുറത്തു വരുന്നതാണ്. നാട്ടുകാരുടെ മുന്നിൽ നല്ല ആളായിരിക്കും, സംഘടനയുടെ നേതാവായിരിക്കും, രാഷ്ട്രീയ നേതാവായിരിക്കും, ഒന്നിനൊരു പ്രശ്നമില്ല, ആളുകളൊക്കെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വ്യക്തിത്വം. സ്വന്തം ഭാര്യയുടെ മുന്നിൽ യഥാർത്ഥ വ്യക്തിത്വം കൊണ്ട് പുറത്തു വരും. ഈ 2 കാരണങ്ങൾ കൊണ്ട് ഭാര്യമാർ സാധാരണ ഭർത്താക്കന്മാരെ കുറിച്ച് ഉള്ളു തുറന്ന് നല്ലത് പറയാറില്ല. നല്ലത് പറയും, കാരണം അവരുടെ അഭിമാന പ്രശ്നമാണ്, പക്ഷേ ഉള്ളു തുറന്ന് നല്ലത് പറയാറില്ല. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞെന്താണ്, മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഉൻ ഖത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ട് ഒരാൾക്കും ഉപദ്രവം ഉണ്ടായിട്ടില്ല. വലാ ഇംറഅതിൻ വലാ ഖാദിമ, ഒരു ഭൃത്യനോ ഒരു അടിമക്കോ അല്ലെങ്കിൽ ഒരു പെണ്ണിനോ അള്ളാന്റെ റസൂലിന്റെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ യാതൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ആരാണ്? മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. ആ സർട്ടിഫിക്കറ്റിന് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആണ്.